വെൽക്കം ടു QA ഫോക്കസ്. +2 മാത്സിനകത്ത് ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് റിലേഷൻസ് എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫങ്ഷൻസ് എന്താണെന്നുള്ളതാണ്. അപ്പം ഫങ്ഷൻസിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വൺ ഫങ്ഷൻ. ടൈപ്സ് ഓഫ് ഫങ്ഷനകത്ത് ഫസ്റ്റ് വൺ ഫങ്ഷൻ. ഈ വൺ ഫങ്ഷന് തന്നെയാണ് ഇൻജക്റ്റീവ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇതിന് വേറൊരു പേരും കൂടി ഉണ്ട്, ഇൻജക്റ്റീവ് ഫങ്ഷൻ. വൺ ഫങ്ഷൻ ഓർ ഇൻജക്റ്റീവ് ഫങ്ഷൻ. എന്തോ ഈ വൺ ഫങ്ഷൻ നോക്കാം. പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു ക്ലാസ്സിലെ സ്റ്റുഡൻസിൻ്റെ നെയിം നമ്മൾ എടുത്തു. ആരോ ഡയഗ്രാമിനകത്ത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുകയാണ്. സ്റ്റുഡൻസിൻ്റെ നെയിം ഓഫ് ദ സ്റ്റുഡൻസും അവരുടെ റോൾ നമ്പറും. നെയിം ഓഫ് ദ സ്റ്റുഡൻസും അവരുടെ റോൾ നമ്പറും. സ്റ്റുഡൻസിൻ്റെ നെയിം ABC എന്ന് കൊടുത്തു. ABCD അങ്ങനെ ഒരു 30 സ്റ്റുഡൻസ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അവരുടെയൊക്കെ റോൾ നമ്പർ നമ്മൾ എഴുതി. 3, 4 അങ്ങനെ ഒരു 30 സ്റ്റുഡൻസിൻ്റെ റോൾ നമ്പർ നമ്മൾ എഴുതിയിട്ടുണ്ട്. എയുടെ റോൾ നമ്പർ 1 ആണ്, ബിയുടേത് 2 ആണ്, സിയുടെ 3 ആണ്, ഡിയുടെ 4 ആണ്. ഇനി ഏതെങ്കിലും 2 സ്റ്റുഡൻസിന് ഒരേ റോൾ നമ്പർ വരുമോ ഒരു ക്ലാസ്സിൽ? ഒരിക്കലും വരത്തില്ല അല്ലേ? ഒരിക്കലും 2 സ്റ്റുഡൻസിന് ഒരേ റോൾ നമ്പർ ഒരിക്കലും ഒരു ക്ലാസ്സിൽ വരില്ല. ഇനി ഏതെങ്കിലും ഒരു സ്റ്റുഡൻറ്റിന് 2 റോൾ നമ്പർ വരുമോ? അതും വരത്തില്ല. ഒരു സ്റ്റുഡൻറ്റിന് ഒരു റോൾ നമ്പർ, അതായത് യുണീക്ക് ആയിരിക്കും, ഡെഫിനിറ്റ് ആയിരിക്കും. ഒരാൾക്ക് ഒരു നമ്പർ, 2 നമ്പർ ഒരിക്കലും ഒരാൾക്ക് വരില്ല. അതേപോലെ തന്നെ തിരിച്ചും 2 പേർക്ക് ഒരു നമ്പർ ഒരിക്കലും വരത്തില്ല. ഇങ്ങനെ വരുന്ന ഫങ്ഷൻസിനെയാണ് വൺ ഫങ്ഷൻ എന്ന് പറയുന്നത്. അതായത് എയിലുള്ള എല്ലാ എലമെൻസിനും ബിയിൽ ഡിസ്റ്റിങ്ക്റ്റ് അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ വൺ ഇമേജ് ആയിരിക്കും. ഇവിടെയുള്ള എല്ലാ എലമെൻസിനും ബിയിൽ എപ്പോഴും ഒറ്റ ഇമേജ്, വൺ ഇമേജസ് എപ്പോഴും ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. അങ്ങനെ വരുന്ന ഫങ്ഷൻസിനെയാണ് നമ്മൾ വൺ ഫങ്ഷൻ എന്ന് പറയുന്നത്. നോക്കിയ വൺ ഫങ്ഷൻ എന്താണെന്നുള്ളത്. വൺ ഫങ്ഷൻ എന്ന് പറയുന്നത് ഫങ്ഷൻ എഫ് ഫ്രം എ ടു ബി ഈസ് വൺ അല്ലെങ്കിൽ ഇൻജക്റ്റീവ്. ആകാറുള്ള കണ്ടീഷൻ എന്താണ്? ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സ് ഓഫ് എ ഹാവ് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് ഇൻ ബി. എയിലുള്ള ഓരോ എലമെന്റിനും ബിയിലുള്ള ഓരോ ഇമേജുകളും ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ യുണീക്ക് ആയിരിക്കും. ഇപ്പം ക്ലിയർ ആയ വൺ ഫങ്ഷൻ എന്താണെന്നുള്ളത്. വേറെ എക്സാമ്പിൾ പറയാം. ഒരു ക്ലാസ്സിലെ സ്റ്റുഡൻസിൻ്റെ ഇയർ ഓഫ് ബർത്ത് എടുക്കുകയാണ്. അപ്പോൾ ഇയർ ഓഫ് ബർത്ത് എടുക്കുമ്പം ഒരേ വർഷം തന്നെ ജനിച്ച കുറേ കുട്ടികൾ കാണാമല്ലോ അല്ലേ? അത് വൺ ഫങ്ഷൻ ആണോ? അല്ല. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ഇയർ എടുക്കുമ്പോൾ ആ ഇയറിൽ ജനിച്ച കുറേ കുട്ടികൾ കാണാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത് എടുക്കുകയാണെങ്കിൽ ആ മന്തിൽ ജനിച്ച 2 3 കുട്ടികൾ ചിലപ്പോൾ ഒരു ക്ലാസ്സിൽ കാണാം. അപ്പം അങ്ങനെ വരുമ്പോൾ അത് യൂണിക് ഫങ്ഷൻ അല്ല, വൺ ഫങ്ഷൻ അല്ല. സോ നമ്മളിപ്പോൾ റോൾ നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് നമ്പർ, എക്സാം നമ്പർ അല്ലെങ്കിൽ അഡ്മിഷൻ നമ്പർ, ഇതൊക്കെ നോക്കുമ്പോഴത്തേക്കും വൺ ആണ്. ഒരാൾക്ക് ഒരു നമ്പർ. ക്ലിയർ ആണോ? അപ്പം വൺ ഫങ്ഷൻ എന്ന് പറയുന്നത് എലമെന്റ് ഓഫ് എ ഹാവ് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് ഇൻ ബി. ഇവിടെ എയുടെ റോൾ നമ്പറിനെ ഞാൻ FA എന്ന് എഴുതി, ബിയുടെ റോൾ നമ്പറിനെ FB എന്ന് എഴുതി. ശരിയാണോ? ഇനി എ ഒരിക്കലും ബി അല്ല. എയും ബിയും 2 വ്യക്തികളാണ് അല്ലേ? എയും ബിയും 2 പേരാണ്. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? FA നോട്ട് ഈക്വൽ ടു FB ആയിരിക്കും. FAയും FBയും ഒരിക്കലും ഈക്വൽ ആയിരിക്കത്തില്ല. കാര്യം
എയുടെ റോൾ നമ്പറാണ് എഫ് ഓഫ് എ എന്ന് പറയുന്നത്, ബിയുടെ റോൾ നമ്പറാണ് എഫ് ഓഫ് ബി എന്ന് പറയുന്നത്. അപ്പം എയും ബിയും രണ്ട് ഡിഫറെൻറ്റ് പേഴ്സൺസ് ആണെങ്കിൽ അവരുടെ റോൾ നമ്പറും ഡിഫറെൻ്റ് ആയിരിക്കും. എയും ബിയും ഡിഫറെൻ്റ് എലമെൻറ്റ്സ് ആണെങ്കിൽ അവരുടെ ഇമേജും ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ തിരിച്ചെഴുതിയാലോ, എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി ആണെങ്കിൽ, എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഈക്വൽ ആണെങ്കിൽ, രണ്ട് റോൾ നമ്പറുകൾ ഈക്വൽ ആണെങ്കിൽ അതെന്താ മീൻ ചെയ്യുന്നത്? ആ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് രണ്ടുപേരല്ല, ഒരാൾ തന്നെ അല്ലേ? രണ്ട് റോൾ നമ്പറും ഡിഫറെൻ്റ് അല്ല, ഒറ്റ റോൾ നമ്പറാണ്. എന്ന് വെച്ചാൽ ആ രണ്ട് സ്റ്റുഡൻസും രണ്ട് വ്യക്തികളല്ല, അത് ഒറ്റ സ്റ്റുഡൻ്റ് ആണ്. എന്നും ബി എന്നും പറഞ്ഞിരിക്കുന്നത് ഒരാളെ തന്നെയാണ്. ഇത്രയും കാര്യങ്ങളൊന്ന് ക്ലിയർ ആയോ? എ നോട്ട് ഈക്വൽ ടു ബി ആണെങ്കിൽ എഫ് ഓഫ് എ നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് ബി ആയിരിക്കും. ഇനി എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി ആണെങ്കിൽ ഉറപ്പായിട്ടും എ ഈക്വൽ ടു ബി ആയിരിക്കും. അപ്പം ജസ്റ്റ് അതിൻ്റെ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയേക്കണേ. ഈ പറഞ്ഞ തന്നെ എ നോട്ട് ഈക്വൽ ടു ബി വിച്ച് ഇംപ്ലൈസ് എഫ് ഓഫ് എ നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് ബി ഫോർ ഓൾ എലമെൻറ്റ്സ് ഓഫ് എ ആൻഡ് ബി. എ ആൻഡ് ബി എല്ലാ എ ആൻഡ് ബി എന്ന് പറയുന്ന എല്ലാ എലമെൻറ്റ്സും നമ്മൾ കൊടുക്കുമ്പോഴും നമുക്ക് കിട്ടുന്നത് എഫ് ഓഫ് എ നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് ബി തന്നെയായിരിക്കും. എ എന്ന് പറയുന്നത് സെറ്റ് എയിലെ എലമെൻറ്റ്സ് ആയിരിക്കും, ബി എന്ന് പറയുന്നത് സെറ്റ് ബിയിലെ എലമെൻറ്റ്സ് ആയിരിക്കും. ഇനി എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി എന്ന് വെച്ചാൽ അവിടെ മീൻ ചെയ്യുന്നത് എ ഈക്വൽ ടു ബി ആയിരിക്കും. ഫോർ ഓൾ എലമെൻറ്റ്സ് ഓഫ് എ ആൻഡ് ബി. എ എന്ന് പറയുന്നത് സെറ്റ് എയിലെ എലമെൻറ്റും ബി എന്ന് പറയുന്നത് സെറ്റ് ബിയിലെ എലമെൻറ്റും. അപ്പം ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് ക്ലിയർ ആയോ? ഇങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സെറ്റ് എ എന്ന് പറയുന്നത് 1, 2, 3 ആണ്. സെറ്റ് ബി എന്ന് പറയുന്നത് 2, 3, 4, 5 ആണ്. നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഇസ് ഡിഫൈൻഡ് ഫ്രം എ ടു ബി ആണ്. എയിൽ നിന്നും ബിയിലേക്കുള്ളൊരു ഫംഗ്ഷനാണ്. ഇനി ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് y ഈക്വൽ ടു എക്സ് പ്ലസ് 1 എന്നാണ്. y ഈക്വൽ ടു എക്സ് പ്ലസ് 1. എക്സ് എലമെന്റ് ഓഫ് എ ആണ്, y എലമെന്റ് ഓഫ് സെറ്റ് ബി ആണ്. സെറ്റ് തന്നിട്ടുണ്ട് എയും ബിയും. ഫംഗ്ഷൻ എ ടു ബി ആണ്. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് y ഈക്വൽ ടു എക്സ് പ്ലസ് 1 എന്നാണ്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഇന്ന് നമുക്ക് പറഞ്ഞിരിക്കുന്നത് ചെക്ക് വെദർ എഫ് എക്സ് ഇസ് 1 ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ചെയ്ത് നോക്കാം. എഫ് എക്സ് എന്ന് പറയുന്നത് y ഈക്വൽ ടു എക്സ് പ്ലസ് 1 ആണ് അല്ലേ? എക്സ് പ്ലസ് 1 ആണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എന്ത് സെറ്റ് എന്താ കിട്ടുക നമുക്കൊന്ന് നോക്കാം. എഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെറ്റ് എക്സിലെ ഫസ്റ്റ് എലമെന്റ് 1 അല്ലേ? 1ൻ്റെ കൂടെ 1ഉം കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2 കിട്ടും. y ഈക്വൽ ടു എക്സ് പ്ലസ് 1. എക്സിന് 1 എടുത്തു, 1ൻ്റെ കൂടെ 1ഉം കൂടി ആഡ് ചെയ്താൽ നമുക്ക് 2 എന്ന് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഇവിടെ 2 എടുത്തു, 2ൻ്റെ കൂടെ 1ഉം കൂടി ആഡ് ചെയ്താൽ നമുക്ക് ഇവിടെ 3 എന്ന് കിട്ടും. 3 എടുത്തു, 3യുടെ കൂടെ 1ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 4 എന്ന് കിട്ടും. ഇനി 4 എടുക്കാനായിട്ട് എയിൽ ഇനി 4 ഇല്ല, നമുക്കിനി എടുക്കാൻ പറ്റില്ല. റിലേഷൻ ഫ്രം അല്ലെങ്കിൽ ഫംഗ്ഷൻ ഫ്രം എ ടു ബി ആണ്. നമുക്കിവിടെ 3 എലമെൻറ്റേ ഉള്ളൂ, 1, 2, 3. അപ്പോൾ 1ൻ്റെ കൂടെ 1 ആഡ് ചെയ്തു 2 കിട്ടി, 2ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 3 കിട്ടും, ദെൻ 3യുടെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 4 കിട്ടും. നമുക്ക് 1 + 1 2 അല്ലേ? എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? 1 2, ദെൻ 2 എടുക്കുമ്പോഴോ 3 കിട്ടും, 3 എടുത്താലോ 4 കിട്ടും. ഇതാണ് നമുക്ക് കിട്ടുന്ന സെറ്റ്.
ഇനി ഇത് 1 1 ആണോ എന്ന് ചെക്ക് ചെയ്യണം. 1 1 ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒരു നാരോ ഡയഗ്രം ഒന്ന് വരച്ച് നോക്കിക്കേ. എയിലെ എലമെന്റ് 1 2 3 ആണ്. ബിയിലെ എലമെന്റ് എന്ന് പറയുന്നത് 2 3 4 5 ആണ്. 2 3 4 5 ആണ്. ഇനി 1 ഉം 2 ആണ് പെയറായിട്ട് വന്നിരിക്കുന്നത്. ദെൻ 2 ഉം 3 ആണ്. 3 ഉം 4 ആണ്. എയിലെ എല്ലാ എലമെന്റ്സിനും ഇവിടെ വരുന്ന ഇമേജസ് എന്ന് പറയുന്നത് യുണീക്ക് ആണ്, ഡിസ്റ്റിങ്ക്റ്റ് ആണ്, 1 1 ഇമേജ് ആണ് അല്ലേ? അതുകൊണ്ട് ഇതെന്ത് ഫംഗ്ഷനാന്ന് പറയാം? ദ ഗിവൺ ഫംഗ്ഷൻ ഈസ് 1 1. തന്നിരിക്കുന്ന ഫംഗ്ഷൻ 1 1 ഫംഗ്ഷൻ ആണ്. ക്ലിയർ ആയോ? ഇനി അങ്ങനെയാണെങ്കിൽ വേറൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. വേറൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ചെക്ക് fx equal to 2x plus 1 is 1 1 or not. 1 1 or not. ക്വസ്റ്റ്യൻ ഫുള്ളായിട്ട് എഴുതുന്നില്ല, ഷോർട്ടാക്കി എഴുതുകയാണേ. ചെക്ക് വെദർ fx equal to 2x plus 1 is 1 1 or not. തന്നിരിക്കുന്ന ഫംഗ്ഷൻ 1 1 ആണോ അല്ലയോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്. ഇവിടെ നമുക്ക് സെറ്റ് തന്നിട്ടുണ്ടായിരുന്നു, എലമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇവിടെ നമുക്ക് ക്വസ്റ്റിനകത്ത് ജസ്റ്റ് ഫംഗ്ഷൻ മാത്രമേ തന്നിട്ടുള്ളൂ, എന്നിട്ട് ഇത് 1 1 ആണോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് സൊല്യൂഷനിലേക്ക് എത്തുന്നത്. എ നോട്ട് ഈക്വൽ ടു ബി ആണെങ്കിൽ എഫ് ഓഫ് എ നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് ബി ആയിരിക്കും. എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി ആണെങ്കിൽ എ ഈക്വൽ ടു ബി ആയിരിക്കും. രണ്ടും ഒരേ എലമെന്റ് തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നത്, അതായത് 1 1 ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷൻസ് അല്ലെങ്കിൽ സ്റ്റെപ്സ്. 1 1 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ടു ചെക്ക് 1 1 ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ലെറ്റ് എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് എടുക്കുക. എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് എടുക്കുക. നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പം x1 ഈക്വൽ ടു x2 വരുവാണെങ്കിൽ, x1 ഈക്വൽ ടു x2 വരുവാണെങ്കിൽ തന്നിരിക്കുന്നത് 1 1 ഫംഗ്ഷനാണ്. 1 1 ഫംഗ്ഷനാണ്. എളുപ്പമാണ് ചെയ്യാനായിട്ട്. അതായത് തന്നിരിക്കുന്ന ഫംഗ്ഷൻ 1 1 ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ആണോ എന്ന് ചെക്ക് ചെയ്യുക. എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് എടുക്കുക. എന്നിട്ട് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് x1 ഈക്വൽ ടു x2 കിട്ടുന്നുണ്ടോ നോക്കുക. x1 ഈക്വൽ ടു x2 കിട്ടുകയാണെങ്കിൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ 1 1 ഫംഗ്ഷൻ ആയിരിക്കും. തന്നിരിക്കുന്നത് 1 1 ഫംഗ്ഷൻ ആയിരിക്കും. അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്തിട്ടോണം. ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്തിട്ടോണം. ഇനി ഇവിടെ ഒരു കാര്യം കൂടി പറയാം. എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എടുത്തു. x1 നോട്ട് ഈക്വൽ ടു x2 കിട്ടി. x1 നോട്ട് ഈക്വൽ ടു x2 എന്ന് കിട്ടി. അല്ലെങ്കിൽ x1 ഈക്വൽ ടു x2 അല്ല, അതിന് പകരം കൂടുതലായിട്ട് പ്ലസ് ഓർ മൈനസ് ഒക്കെ ഇട്ട് നമുക്ക് കിട്ടി. അങ്ങനെ വരുവാണെങ്കിൽ ആ തന്നിരിക്കുന്ന ഫംഗ്ഷൻ മെനി വൺ ഫംഗ്ഷനാണ്. മെനി വൺ ഫംഗ്ഷനാണ്. മെനി വൺ ഫംഗ്ഷൻ x1 നോട്ട് ഈക്വൽ ടു x2 ഓർ x1 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് x2 ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ആ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് മെനി വൺ ഫംഗ്ഷനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഫംഗ്ഷനും കൂടി എന്താണെന്നുള്ളത് പഠിച്ചു.
മെനി വൺ ഫംഗ്ഷൻ എന്താണെന്നുള്ളതും കൂടി പഠിച്ചു. അപ്പോൾ സെക്കൻഡ് ഒരു ഫംഗ്ഷനും കൂടി നമുക്കിവിടുന്ന് കിട്ടി. അപ്പോൾ 1 ഫംഗ്ഷൻ എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. 1 അല്ലെങ്കിൽ പിന്നെ നമുക്ക് അതിനെ പറയുന്ന പേരെന്തായിരിക്കും? മെനി വൺ. തന്നിരിക്കുന്ന ഫംഗ്ഷൻ 1 അല്ലെങ്കിൽ പിന്നെ ആ ഫംഗ്ഷനെ പറയുന്ന പേരാണ് മെനി വൺ ഫംഗ്ഷൻ. ഇപ്പോൾ 2 ഫംഗ്ഷൻസ് നമ്മളിപ്പോൾ ഇവിടെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എഴുതിയ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ചെക്ക് ദ ഫംഗ്ഷൻ എഫ് എക്സ് ഈക്വൽ ടു 2x + 1 is 1 1 അല്ലേ? 2x + 1 1 1 ആണോ എന്ന് ചെക്ക് ചെയ്യാനായിരുന്നു. ഓക്കെ, നമുക്ക് സൊല്യൂഷനിലേക്ക് വരാം. എഫ് എക്സ് ഈക്വൽ ടു 2x + 1 ആണ്. അതിനെ ലെറ്റ് എഫ് ഓഫ് x1 ഈക്വൽ ടു 2x1 + 1 എന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് x2ന് എന്തെഴുതാം? 2x2 + 1 എന്ന് എഴുതാം. ഓക്കെ, നമ്മളിവിടെ എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് എടുക്കുകയാണ്. 2x1 + 1 ഈക്വൽ ടു 2x2 + 1. രണ്ടിടത്തെയും 1 1 നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. 2x1 ഈക്വൽ ടു 2x2 എന്ന് വരും. 2 2 ക്യാൻസൽ ആവും. x1 ഈക്വൽ ടു x2. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താണ്? ദ ഗിവൺ ഫംഗ്ഷൻ ഈസ് 1 1. തന്നിരിക്കുന്ന ഫംഗ്ഷൻ 1 1 ഫംഗ്ഷനാണ്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഇനി ഞാനിവിടെ വേറൊരു ക്വസ്റ്റ്യനിലേക്ക് വരുവാണേ. ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നിരിക്കുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x². എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x². ചെക്ക് ചെയ്യാനാണ് 1 1 ആണോ എന്ന്. 1 1 ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോൾവ് ചെയ്യാം. സ്ഥിരം എഴുതുന്ന പോലെ തന്നെ എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് അങ്ങ് എടുത്തു. x1² ഈക്വൽ ടു x2² എന്ന് എഴുതാം. രണ്ട് സൈഡിൽ നമ്മൾ റൂട്ട് എടുക്കുകയാണ്. x1 ഈക്വൽ ടു റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് +or-x2 എന്നായിരിക്കും. ശരിയല്ലേ? റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് വരുന്നത് +or-x2 എന്നായിരിക്കും. എന്ന് വെച്ചാൽ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്തായിരിക്കും? മെനി വൺ ഫംഗ്ഷൻ ആയിരിക്കും. തന്നിരിക്കുന്ന ഫംഗ്ഷൻ മെനി വൺ ഫംഗ്ഷനാണ്, നോട്ട് 1 1 ഫംഗ്ഷൻ. ദ ഗിവൺ ഫംഗ്ഷൻ ഈസ് മെനി വൺ ഫംഗ്ഷൻ. തന്നിരിക്കുന്ന ഫംഗ്ഷൻ മെനി വൺ ആണ്. എന്തല്ല? നോട്ട് 1 1. 1 1 അല്ല. ക്ലിയർ? ഇങ്ങനെ വേറൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു x/x + 1. ഇതും 1 1 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ തന്നെയാണ്. 1 1 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ തന്നെയാണ്. സൊല്യൂഷനിലേക്ക് വരുമ്പോൾ എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് എടുക്കുക. Then x1/x1 + 1 ഈക്വൽ ടു x2/x2 + 1. ശരിയല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ അല്ലേ? സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ നമുക്കിതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. x1 ഇൻറ്റു ഇത്
x2 plus 1 ഈക്വൽ ഇവിടെ x2 ഇൻറ്റു x1 പ്ലസ് 1 ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ x1 x2 പ്ലസ് x1 ഈക്വൽ ഇവിടെയും x2 x1 അല്ലേ, ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു പ്ലസ് x2. x1 x2 രണ്ട് സൈഡിലും ഉണ്ട്, നമുക്ക് കട്ട് ചെയ്യാം. ബാക്കി x1 ഈക്വൽ ടു x2. That means the given function is 1 1 function. തന്നിരിക്കുന്ന ഫംഗ്ഷൻ 1 1 ഫംഗ്ഷൻ ആണ്. ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ വേറൊരു കാര്യത്തിലേക്ക് നമ്മളൊന്ന് എൻ്റർ ചെയ്യുകയാണേ. നമുക്കൊരു ഫംഗ്ഷൻ തന്നിരിക്കുന്നുണ്ട്. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ആണ്. എക്സ് പ്ലസ് 1 ആണ്. അതിന് ഞാൻ y ഈക്വൽ ടു എക്സ് പ്ലസ് 1 എന്ന് എഴുതി. എന്നിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഒരു ബോക്സ് ഒക്കെ വരച്ചു. എക്സും വൈയുമാണ്. വാല്യൂസ് കൊടുത്തു. 0 കൊടുത്തു. എക്സിന് 0 കൊടുത്തു. വൈക്ക് എന്തായിരിക്കും വാല്യൂ കിട്ടുന്നത്? 1 ആയിരിക്കും അല്ലേ? 0 പ്ലസ് 1 1 ആയിരിക്കും. എക്സിന് 1 കൊടുത്തു. വൈക്ക് കിട്ടുന്ന വാല്യൂ 2 ആയിരിക്കും. എക്സിന് -1 കൊടുത്തു. വൈക്ക് കിട്ടുന്ന വാല്യൂ 0 ആയിരിക്കും. -1 0. ദെൻ -2 കൊടുത്തു. -2 പ്ലസ് 1 എന്ന് പറയുന്നത് -1 ആണ്. വൈക്ക് കിട്ടുന്ന വാല്യൂ -1 ആണ്. ഇനി ഈ വാല്യൂസ് വെച്ചിട്ട് ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണ്. ഈ വാല്യൂസ് വെച്ചിട്ട് ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നു. വാല്യൂസ് നോക്കുമ്പോൾ 0 1 2 3 -1 -2 അതങ്ങനെ അങ്ങ് പോകും. അങ്ങോട്ട് 1 2 3 താഴേക്കും -1 -2 -3 അങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഓരോ പോയിന്റ്സ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം. എക്സും വൈയും അല്ലേ? എക്സും വൈയും ആദ്യം 0 1 ആണ്. എക്സ് 0 എടുത്തു, വൈ 1 ആണ്. ഓക്കെ, ഇവിടെ പോയിന്റ് വന്നു. നെക്സ്റ്റ് എടുക്കുമ്പോഴത്തേക്കും 1 2 ആണ്. ഇവിടെ 1 ഇവിടെ 2 വരും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വാല്യൂ എടുക്കുമ്പോഴത്തേക്കും -1 അല്ലേ? -1 0 -1 എന്ന് പറയുമ്പോൾ ഇവിടെ വരും. -1 0 -1 0. ദെൻ നെക്സ്റ്റ് വന്നിരിക്കുന്നതോ -2 -1 അല്ലേ? -2 ഇവിടെ, -1 ഇവിടെ. ഓക്കെ, -2 -1. ഞാൻ ഈ ഗ്രാഫ് കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഈ തന്നിരിക്കുന്ന ഗ്രാഫ് 1 1 ആണോ എന്നറിയണം. തന്നിരിക്കുന്നത് 1 1 ആണോ എന്നറിയണം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗ്രാഫിക്കലി 1 1 ഫംഗ്ഷൻ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഫ്രം ഗ്രാഫ് ഹൗ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദി 1 1 ഫംഗ്ഷൻ. ഗ്രാഫിൽ നിന്ന് 1 1 ഫംഗ്ഷൻ എങ്ങനെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഗ്രാഫിൽ നിന്ന് 1 1 എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു ഗ്രാഫ് കിട്ടുവാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആ ഗ്രാഫിൻ്റെ എക്സ് ആക്സിസിന് പാരലലായിട്ട് ലൈൻസ് വരയ്ക്കുക. എക്സ് ആക്സിസിന് പാരലലായിട്ട് ലൈൻസ് വരയ്ക്കുക. ഓക്കെ, ഇത് എക്സ് ആക്സിസ്, ഇതിന് പാരലലായിട്ട് ലൈൻസ് വരച്ച് നോക്കുക. ഈ ലൈൻസ് ഈ ഗ്രാഫിന് ഒറ്റ പോയിന്റ് മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളെങ്കിൽ, ഞാൻ പാരലായിട്ട് വരയ്ക്കുന്ന ഈ ലൈൻസ് ഈ ഗ്രാഫിനെ
ഒരു പോയിന്റ് മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളെങ്കിൽ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ 1 1 ഫംഗ്ഷനാണ്. 1 1 ആണ്. തന്നിരിക്കുന്ന ഫംഗ്ഷൻ 1 1 ഫംഗ്ഷനാണ്. നോക്കി, ഈ ലൈൻ ഈ ഒറ്റ പോയിന്റ് മാത്രമേ ഗ്രാഫിനെ ടച്ച് ചെയ്യുന്നുള്ളൂ. ഈ വരച്ച ഹൊറിസോണ്ടൽ ലൈൻ ഇതും ഈ ഒറ്റ പോയിന്റ് മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ. ഇനി താഴേക്ക് വരച്ച് നോക്കിക്കേ, ഈ ഒരു പോയിന്റ് മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ. ഇവിടെയും ഈ ഒരു പോയിന്റ് മാത്രം. അപ്പം എക്സ് ആക്സിസിന് പാരലായിട്ട് ഹൊറിസോണ്ടൽ ലൈൻസ് വരയ്ക്കുമ്പം അത് ആ ഗ്രാഫിനെ ഏതെങ്കിലും ഒരു പോയിന്റ് മാത്രം ടച്ച് ചെയ്യുന്നുള്ളെങ്കിൽ തന്നിരിക്കുന്നത് 1 1 ഫംഗ്ഷനാണ്. ക്ലിയർ ആയോ? ഒരു എക്സാമ്പിളും കൂടി നോക്കിക്കേ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. അപ്പം നമുക്ക് എന്ത് എഴുതാം? വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് കൊടുക്കാം. വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് കൊടുക്കാം. ബോക്സ് വരയ്ക്കുന്നു. എക്സിന് 0 കൊടുത്താൽ വൈക്ക് എന്ത് തന്നെ കിട്ടും? 0 തന്നെ വരും അല്ലേ? എക്സിന് 0 കൊടുത്താൽ വൈക്ക് 0 വാല്യൂ തന്നെ വരും. ദെൻ എക്സിന് 1 കൊടുത്തു, വൈ 1 സ്ക്വയർ തന്നെയാണ് അല്ല, 1 സ്ക്വയർ 1 തന്നെയാണ്. -1 കൊടുത്തു, ഇവിടെ എന്ത് വരും? 1 തന്നെ വരും. 2 കൊടുത്തു, 2 സ്ക്വയർ 4 ആണ്. -2 കൊടുത്തു, 2 സ്ക്വയറും -2 സ്ക്വയറും 4 തന്നെയാണ്. ഇനി ഇതിന്റെ ഗ്രാഫ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒറിജിൻ 0, 1 2 3 4, ഇങ്ങോട്ട് -1 -2 -3, ഓക്കെ. 1 2 3 4. ഇനി നമുക്ക് പോയിന്റ്സ് ഒന്ന് മാർക്ക് ചെയ്ത് പോവാം. 0 0, then 1 1 1 1, -1 1 -1 1, 2 4 2 4 ഇവിടെ വന്നു. -2 4 -2 4 അല്ലേ? -2 4, ഓക്കെ. ഇനി ഞാനിതൊന്ന് കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഗ്രാഫ് കിട്ടി, ഓക്കെ അല്ലേ? ഇനി ഇത് 1 1 ആണോ എന്ന് ചെക്ക് ചെയ്യണം. തന്നിരിക്കുന്ന ഗ്രാഫ് 1 1 ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഹൊറിസോണ്ടൽ ലൈൻസ് വരച്ച് നോക്കുക. ഈ ഹൊറിസോണ്ടൽ ലൈൻ ഈ ഗ്രാഫിനെ ഈ പോയിന്റിലും ടച്ച് ചെയ്യുന്നുണ്ട്, ഈ പോയിന്റിലും ടച്ച് ചെയ്യുന്നുണ്ട്. ഒന്നിൽ കൂടുതൽ പോയിന്റ്സ് ടച്ച് ചെയ്യുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷൻ 1 1 ആണോ? അല്ല. ദ ഗിവൺ ഫംഗ്ഷൻ ഈസ് നോട്ട് 1 1. തന്നിരിക്കുന്നത് 1 1 ഫംഗ്ഷൻ അല്ല. പിന്നെന്തോ ഈ ഫംഗ്ഷൻ? ദ ഫംഗ്ഷൻ ഈസ് മെനി വൺ ഫംഗ്ഷൻ. തന്നിരിക്കുന്ന ഫംഗ്ഷൻ മെനി വൺ ഫംഗ്ഷനാണ്, 1 1 ഫംഗ്ഷൻ അല്ല, അത് മെനി വൺ ഫംഗ്ഷനാണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? അപ്പം 1 1 ഫംഗ്ഷൻ എങ്ങനെ ചെക്ക് ചെയ്യാം? 1 1 അല്ലെങ്കിൽ അത് മെനി വൺ ആയിരിക്കും. 1 1 ഫംഗ്ഷന് തന്നെയാണ് നമ്മൾ ഇൻജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദെൻ ഗ്രാഫിൽ നിന്ന് നമുക്കിതെങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഐഡിയ ക്ലിയർ ആയി കാണും, കോൺസെപ്റ്റ്സ് കിട്ടിക്കാണും, ക്ലാരിറ്റി ഉണ്ടായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, മറന്നു പോകരുതേ. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുതും. ഓഗസ്റ്റിൽ തന്നെ ഓണം എക്സാം കാണും. അധികം ടൈമൊന്നുമില്ല പഠിക്കാൻ, തീരെ കുറച്ച് ടൈമേ ഉള്ളൂ. അപ്പോൾ ആദ്യം തുടങ്ങി തന്നെ പഠിക്കുന്ന ടോപ്പിക് ഏതാണോ അത് കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ നോക്കി പോവുക.
അത്യാവശ്യം നമ്മൾ ഓണം എക്സാമിന് ഇപ്പോഴേ നമ്മൾ നോക്കി തുടങ്ങുന്നു എന്നുള്ള രീതിയിൽ തന്നെ അത്യാവശ്യം സീരിയസ് ആയിട്ട് തന്നെ ഇപ്പോഴേ പഠിച്ചു തുടങ്ങി കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.